ഒരു വിചാരണ കാലയളവ് എന്ന് പറയുമ്പോൾ 2017 മുതൽ ഇപ്പോൾ ഈ 2025 മെയ് 12 വരെയുള്ള കാലയളവിൽ കേരള ജിൻസൺ രാജ പോലീസ് കസ്റ്റഡിയിലാണ്. അതുകൂടി ഒരു വിചാരണ കാലയളവായിട്ട് കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ജീവപര്യന്തം ശിക്ഷയിലേക്ക് നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി കേരള ജിൻസൺ രാജയ്ക്ക് വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി ജഡ്ജി കെ വിഷ്ണു വിധി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷയും 15 ലക്ഷം രൂപ പിഴയും ഈ പറയുന്ന കേരള ജിൻസൺ രാജയ്ക്ക് കോടതി വിധിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപ പിഴ എന്ന് പറയുമ്പോൾ അത് കൊല്ലപ്പെട്ട 3 പേർക്കായിട്ട് നൽകണം എന്നുള്ള കാര്യം കൂടിയാണ് കോടതി ജഡ്ജി വിധി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ, അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. ആ പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ എല്ലാ കേസുകളും ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ജീവപര്യന്തം തടവ് ശിക്ഷയിലേക്ക് കോടതി വിധി എഴുതിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല കേസുകളായിട്ടാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ ഓരോ കേസിനും ഓരോ ശിക്ഷ എന്നുള്ള നിലയിലേക്ക് പോകുമായിരുന്നു. അതല്ല എങ്കിൽ ഇത് ഓരോ കേസായിട്ട്, പ്രത്യേകിച്ച് 4 കൊലപാതകങ്ങളുണ്ട്, തെളിവ് നശിപ്പിക്കലുണ്ട്, വീടിന് തീവക്കലുണ്ട്, അങ്ങനെ മറ്റ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കലുണ്ട്, അങ്ങനെ തുടങ്ങിയ പല വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിന് ഓരോ ശിക്ഷകൾ വിധിക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടാണോ ഈ പറയുന്ന ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നിലവിൽ ഈ ഒരു രീതി വെച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജീവപര്യന്തം ശിക്ഷയും 15 ലക്ഷം രൂപ പിഴ എന്ന് പറയുമ്പോൾ എല്ലാ കുറ്റകൃത്യങ്ങളെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് ശിക്ഷ വിധിച്ചു എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന്റെ നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിനകത്ത് കൂടുതൽ വ്യക്തത വരുത്തിയുള്ളൂ. കാരണം ഒരു ലൈഫ് ടൈം അതിനപ്പുറത്തേക്ക് ഒരു വധശിക്ഷയിലേക്ക് പോകണം. ഈ പ്രതിക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. ഈ പ്രതി മാനസാന്തരപ്പെട്ട് പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ പോലും അത് പൂർണ്ണമായിട്ടുള്ള മാനസാന്തരമായിരിക്കില്ല. ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ പ്രതി ഇങ്ങനെയായത്. അപ്പോൾ സമൂഹത്തോട് ഈ പ്രതിക്ക് വലിയ തരത്തിലുള്ള വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും ഒക്കെയുണ്ട്. അപ്പോൾ അത് ഈ ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രതിക്ക് അത് മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയി എന്ന് കരുതാൻ കഴിയില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ഈ പ്രതിക്കെതിരെ മൊഴി കൊടുത്തവരെ പോലും പ്രതി വീണ്ടും ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം നൽകും? സംസ്ഥാന സർക്കാരോ പോലീസോ കോടതിയോ ആര് ഈ പ്രതിക്കെതിരെ മൊഴി നൽകിയവരെ സംരക്ഷിക്കുമെന്നുള്ള ചോദ്യം പ്രോസിക്യൂഷൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് പോലും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുപോലും ഉന്നയിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ്. ഒരു തരത്തിലും ഈ പ്രതി ഇനി പുറം ലോകം കാണാനാകാത്ത വിധം പാലൂട്ടി വളർത്തിയ, കൈകൾ നൽകിയ അച്ഛനെയും അമ്മയെയും സ്വന്തം സഹോദരിയെയും ഈ കൊലപ്പെടുന്നതിന് മുൻപ് 1 ലക്ഷം രൂപ നൽകിയ സ്വന്തം കണ്ണു കാണാത്ത ബന്ധുവായ ലളിതയെയും കൊലപ്പെടുത്തിയ പ്രതിക്ക് മാനസാന്തരപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഈ പ്രതിക്ക് ജീവപര്യന്തത്തിന് അപ്പുറത്തേക്ക് ഒരു വധശിക്ഷ നൽകിയെങ്കിൽ മാത്രമേ അത് സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷയായിട്ട് കാണാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ഇന്ന് ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. ഇന്നലെയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു, ഒരു വധശിക്ഷ തന്നെ, ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ ഈ പ്രതിക്ക് നൽകേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള വാദങ്ങൾ കോടതിയിൽ ഇന്ന് വാദിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറയുന്നത് പ്രതിഭാഗത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായിട്ട് ഖണ്ഡിക്കുന്ന, അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ വാദത്തിന്റെ മൂർച്ച കുറയ്ക്കുന്ന, മുനയൊടിക്കുന്ന മറുവാദങ്ങളെ ഉന്നയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. എന്നിട്ട് പോലും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ജീവപര്യന്തത്തിലേക്കും 15 ലക്ഷം രൂപ പിഴ എന്ന് പറയുന്ന ആ ഒരു ശിക്ഷാവിധിയിലേക്കും വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതി 6ാം കോടതി ജഡ്ജി കെ വിഷ്ണു വിധി എഴുതുന്നു. അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ, ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പുറത്തു വന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുക. സനുവിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായെന്നാണ് ഞാൻ കരുതുന്നത്. ഈ 15 ലക്ഷം രൂപ 3 പേർക്കായിട്ട് വിധിച്ച് നൽകണം, ജീവപര്യന്തം തടവ്. അപ്പോൾ എല്ലാ കുറ്റകൃത്യങ്ങളെയും ഒരുമിച്ച് കണ്ടുകൊണ്ടാണ് ജഡ്ജി വിധി എഴുതിയത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സാരാംശം, അല്ലേ? ഓരോ കേസും ആയിട്ടാണ് പരിഗണിച്ചത്. 4 പേരുടെ കൊലപാതകങ്ങൾ, അത് ഓരോന്നും ഓരോ കേസായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പിഴത്തുക അടക്കം തീരുമാനിച്ചിട്ടുള്ളത്. അത് 15 ലക്ഷം രൂപയാണ് മൊത്തം പിഴ അടക്കേണ്ടത്, മറ്റേ ജീവപര്യന്തം. പക്ഷേ ആ ജീവപര്യന്തം എത്ര വർഷം വരെ അനുഭവിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഇനി വേണം വ്യക്തമാകാൻ വേണ്ടി. കാരണം ഇപ്പോൾ തന്നെ 8 വർഷം ഇപ്പോൾ തന്നെ ഈ കേരള ജിൻസൺ രാജ ജയിലിൽ കിടന്നുണ്ട്. അതുകൊണ്ട് മൊത്തം ഇനി എത്ര വർഷം വേണ്ടിവരും? അതുപോലെ ഈ 4 കേസ് ഒരുമിച്ച് പരിഗണിച്ചത് കൊണ്ട് തന്നെ എത്ര വർഷം ജയിലിൽ കിടക്കണം എന്നുള്ള കാര്യം കൂടി ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയമുള്ളത്, ഇത് ജീവപര്യന്തം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞിട്ടില്ല. നിലവിലിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വ്യക്തമായിട്ടില്ല.